കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായൈ നമഃ. നമ്മൾ നല്ലൊരു ശ്ലോകം 61 കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. അതിൽ ഭഗവതി നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ, എബിലിറ്റീസ് ഉണ്ടോ, അതിൻ്റെ പിന്നിലത്തെ ശക്തി മുഴുവൻ ഭഗവതിയാണ്, ദേവിയാണ് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ അല്ലേ. അതായത് വല്ലവരും ശ്രീമാനാണെങ്കിൽ അവർ ഭഗവതിയാണ്, ശ്രീ സ്വരൂപിണി. പിന്നെ ഈ ഐശ്വര്യം ഉണ്ടെങ്കിൽ ഐശ്വര്യ സ്വരൂപിണിയായിട്ട് അവിടെ വാഴണത് ആണ്. പിന്നെ ഹ്രീഹി എന്ന് പറഞ്ഞു അല്ലേ, അതായത് ലജ്ജ, എന്തിന്, പിന്നെ അധർമ്മം ചെയ്യാനുള്ള ലജ്ജ സ്വരൂപിണി, അധർമ്മ ഭയസ്വരൂപിണിയാണ്. മറ്റേ ലജ്ജ പറഞ്ഞു എന്ത്, ലോകാപവാദ ഭയസ്വരൂപിണിയാണ്. പിന്നെ ബുദ്ധി സ്വരൂപിണി, പിന്നെ പുഷ്ടി സ്വരൂപിണി, സമ്പൽ സമൃദ്ധി സ്വരൂപിണി അല്ലേ. പിന്നെ തൃപ്തി സ്വരൂപിണി. പിന്നെ ശാന്തി സ്വരൂപിണി, ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ശാന്തി. ഇന്ദ്രിയങ്ങൾ നമുക്ക് അധീനമാകുമ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമുക്ക് ആ അവസ്ഥയിൽ നമ്മുടെ ആ അവസ്ഥ നൽകിയ ശാന്തി സ്വരൂപിണിയാണ്. ക്ഷാന്തി, തിതിക്ഷ എന്ന് പറഞ്ഞുവല്ലോ നമ്മൾ. അതായത് ആരെന്ത് നമ്മളെ പ്രകോപിപ്പിച്ചാലും നമ്മൾ പ്രതികരിക്കാത്തത്ര ആ സൗമ്യത അല്ലെങ്കിൽ ടോളറൻസ് അല്ലെങ്കിൽ തിതിക്ഷ. അപ്പോൾ അതിൽ തിതിക്ഷാ സ്വരൂപിണിയാണ്, അല്ലെങ്കിൽ ക്ഷാന്തി സ്വരൂപിണിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ, നമ്മളൊന്നുകൊണ്ട് അഹങ്കരിക്കേണ്ട. എല്ലാ കഴിവുകളും, എന്ത് കഴിവുണ്ടെങ്കിൽ അത് ഭഗവാൻ ദേവി തന്നതാണ്. ആ ദേവിക്ക് എപ്പോൾ വേണമെങ്കിൽ അത് തിരിച്ചെടുക്കാം അല്ലേ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര നല്ല സ്തുതിയാണ്. 62. ഖൽഗിനി ശൂലിനി ഘോര ഗദിനി ചക്രിണി തഥാ ശംഖിനി ചാപിനി ബാണ മുസൃണ്ഠി പരിഖായുധേ. 62. അപ്പോൾ 62 ഇതിൽ ശരിക്കും 10 കൈകളുള്ളൊരു പിന്നെ മഹാകാളിയെ പോലെയാണ്. 10 കൈകളെന്ന് പറയുകയ്യ ഒരു 8 കൈയും പിന്നെ ഈ 2 ഭുജത്തിനെ ഭുസുണ്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ അതായത് പിന്നെ മുൾത്തടിന്ന് 2 ഉണ്ട്. അത് ഞാൻ അതിലേക്ക് വരാം കേട്ടോ. എന്താണെന്നോ, നമുക്ക് നോക്കാം. ബാണ മുസൃണ്ഠി പരിഖായുധേ 2 വേർഷനിൽ 2 തരത്തിലാണ് കേട്ടോ. ഒന്നിൽ ഭുഷുണ്ടി എന്നാണ്, ഒന്നിൽ മൃസുണ്ഠി എന്നാണ്. അപ്പം ഞാൻ ആദ്യം സിദ്ധിനാഥാനന്ദ സ്വാമിയുടെ ഒരു വ്യാഖ്യാനത്തിൽ ബാണ മുസൃണ്ഠി പരിഖായുധ എന്നാണ്. ഈ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ ഒരു ഇതിൽ അങ്ങനെയല്ല, ഭുഷുണ്ഠി എന്നാണ്. അപ്പോൾ ഞാൻ 2ലേക്കും വരാം എന്തായാലും. ബാണ മുസൃണ്ഠി പരിഖായുധേ ത്വം ഖൽഗിനി, അതായത് ബാണം, പിന്നെ അമ്പ്, അത് നമുക്കറിയാലോ. ബാണം വെച്ചാൽ അമ്പ്. പിന്നെ മുസൃണ്ഠി പറഞ്ഞാൽ മുൾത്തടിയാണ് അത്ര, മുള്ളോണ്ടുള്ള ഒരു മുള്ള് ഉള്ള, അപ്പോൾ ഈ മുളയൊക്കെ പോലെ ഒരു തടി, മുൾത്തടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു മുളാന്ന് വയ്ക്കുക. മുസൃണ്ഠി അതായത് സിദ്ധാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം അനുസരിച്ചിട്ട് ബാണം അമ്പ്, മുസൃണ്ഠി ഈ എന്താ പറയുക, മുളാന്ന് വെച്ചോളൂ, മുള കഷ്ണം. പരിഖം ഇരുമ്പൊലയ്ക്ക. ഈ ആയുധങ്ങൾ ധരിച്ച ഹേ ദേവി എന്ന് വേണമെങ്കിൽ നമുക്ക് സംബോധന ചെയ്യണതായിട്ട് ദേവിയെ വിളിക്കണത് ബാണമുസൃണ്ഠി പരിഖായുധേ. അതായത് ഹേ ദേവി, അതായത് അമ്പും പിന്നെ മുളയുടെ കഷ്ണവും അല്ലെങ്കിൽ വലിയൊരു തടി, മുളത്തടിയും, പിന്നെ എന്താ പറയുക, ഇരുമ്പൊലയ്ക്കയും ധരിച്ചിരിക്കുന്ന ഹേ ദേവി. ഖൽഗം ധരിച്ചതുകൊണ്ട് ദേവി ഖൽഗിനി എന്ന പേരിൽ പ്രസിദ്ധി. അതാണ് ഖൽഗിനി. ഖൽഗിനി എന്നുള്ള പേരുള്ള ദേവിക്ക് എന്തുകൊണ്ടാ, ഖൽഗം ധരിച്ചതുകൊണ്ട് ഖൽഗിനി എന്നുള്ള പേരിൽ പ്രസിദ്ധയും. പിന്നെയോ ശൂലിനി, തൃശൂലം ധരിക്കുന്നത് കൊണ്ട് ശൂലിനി എന്ന പേരാൽ പ്രസിദ്ധിയുള്ളതും. ഘോര, ഭയങ്കരി. അതിന് ഞാൻ വേറൊരു ഇതിൽ വായിച്ചു,
ഭയങ്കരീന്ന് പറയാൻ ഈ ദാരുകൻ്റെ തല കയ്യിൽ പിടിച്ചിട്ട് ഇരിക്കണതുകൊണ്ടാണ് ഘോര എന്ന് പറയണത്. പക്ഷേ ഘോര എന്നുള്ള വാക്കിന് ഭയങ്കരീന്നേ അർത്ഥമുള്ളൂ. പക്ഷെ അങ്ങനെ ഘോര എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം പിന്നെ ഈ തലയോട് കൈ പിടിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ വായിച്ചു. എന്തായാലും ഞാൻ വായിച്ചത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഘോരയാണ്, ഭയങ്കരിയാണ്, ഒരു കയ്യിൽ തല പിടിച്ചതുകൊണ്ടാണത് പറയണമെന്ന്. പിന്നെ ഗദിനി, ഗദ ധരിക്കൊണ്ട് ഗദിനി എന്ന് പ്രസിദ്ധയാണ്. ചക്രിണി, ചക്രം ധരിക്കൊണ്ട് ചക്രിണി എന്ന് പ്രസിദ്ധയാണ്. ശംഖിനി, ശംഖം ധരിക്കൊണ്ട് ശംഖിനി. ചാപിനി, ചാപം ധരിക്കൊണ്ട് ചാപിനി. ഇതൊക്കെ പ്രസിദ്ധമാണ് ദേവിയുടെ പേരുകൾ. പിന്നെ അതായത് ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനുള്ള പല പല ആയുധങ്ങൾ കയ്യിൽ ഏന്തിയത് കൊണ്ട് ആ പേരൊക്കെ ദേവിക്ക് വന്നത് അല്ലേ. കൽഗിനി, ശൂലിനി ഇതൊക്കെ അല്ലേ. പിന്നെ ഗദിനി, ചക്രിണി എന്നുള്ള പേരൊക്കെ വന്നത് ഈ ആയുധങ്ങൾ. എന്തിനായുധങ്ങൾ ഉപയോഗിക്കുക? ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ശിഷ്ടന്മാരെ രക്ഷിക്കാനും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കണ്ടിയൂർ മഹാശാസ്ത്രികളുടെ ഇതിൽ ഭുഷുണ്ടി എന്ന് പറയുമ്പോൾ കൈകൊണ്ടെന്നർത്ഥം, കൈകൾ കൊണ്ട്, അതായത് കൈ ഉപയോഗിച്ച്, കയ്യിനെ ഒരു ആയുധാക്കി ഉപയോഗിക്കുക. അങ്ങനെ ആവാലോ, പിന്നെ കയ്യിനെ ആയുധാക്കി ഉപയോഗിച്ച് കൊല്ലാലോ. അപ്പം അങ്ങനെ ഭുഷുണ്ടി എന്ന് ആ അർത്ഥമുണ്ട്. മൃസുണ്ഠി എന്നാണെങ്കിൽ മുസൃണ്ഠി എന്നാണെങ്കിൽ ഈ മുളക്കഷ്ണം എന്നും അർത്ഥമുണ്ട്. ഭുഷുണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ട് ഭുജങ്ങളെ കൊണ്ടാണ് ശത്രുക്കളെ കൊല്ലുന്നവൾ എന്ന് പറയാമെന്നാണെങ്കിൽ ഭുഷുണ്ടി പറഞ്ഞു വെച്ചാൽ രണ്ട് ഭുജങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളെ കൊല്ലുന്നവൾ എന്ന് പറയാം. മറ്റേ മുസൃണ്ഠി എന്നാണെങ്കിൽ കയ്യിൽ മുള പിടിച്ചതെന്ന് പറയാം. അപ്പം എന്തായാലും അത് സാരമില്ല, അതൊക്കെ ആയുധങ്ങളാണല്ലോ. അപ്പം അങ്ങനെയുള്ള പല പേരുകളിലും ദേവി അറിയണു. അത് അത്രയേ ഉള്ളൂ കേട്ടോ, അതിൽ പറയാനില്ല അധികം. ഖൽഗിനി, ശൂലിനി, ഘോര, ഗദിനി, ചക്രിണി തഥാ ശംഖിനി, ചാപിനി, ബാണ, മുസൃണ്ഠി, പരിഘായുധേ അല്ലെങ്കിൽ ഭുഷുണ്ഠി പരിഘായുധേ. ഇനി 63 വായിക്കാം. സൗമ്യതരാശേഷ സൗമ്യേഭ്യസ്ത്യതിസുന്ദരി പരാപരാണം പരമാ ത്വമേവ പരമേശ്വരി. സൗമ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വളരെ സൗമ്യമായിട്ടുള്ള മുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് സൗമ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ധാരാളം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അർത്ഥം അറിയാം. അപ്പം ഈ വേറൊരു അർത്ഥം കൂടി ഉണ്ട് അത്ര. എന്താ അറിയുമോ? സൗമ്യമായിട്ടുള്ള മുഖം എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് സന്തോഷം തോന്നും. ആ സൗമ്യ മുഖഭാവമുള്ളവരെ കാണുമ്പോൾ ആ കാണുന്നവർക്ക് തന്നെ ഒരു സന്തോഷം, അത്ര ഒരു സൗമ്യത. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ അതായത് നമ്മൾ പറയുമല്ലോ, ചന്ദ്രൻ്റെ മുഖം പോലെ. അപ്പോൾ നമുക്ക് ചന്ദ്രനെ പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണ പോലെ ഒരാളെ കണ്ടാൽ സന്തോഷം ഉണ്ടാകുമ്പോൾ ചന്ദ്രമുഖി, ഇന്ദുമുഖി എന്നൊക്കെയുള്ള പേര് കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ അത് കണ്ടാൽ സന്തോഷം തോന്നണമെന്നും കൂടി അർത്ഥമുണ്ട് സൗമ്യയ്ക്ക്. പിന്നെ ശരിക്കും നമുക്കറിയണ സൗമ്യമായിട്ടുള്ള ഭാവം, ശാന്തഭാവം അതും. പിന്നെ അശേഷ സൗമ്യേഭ്യ സൗമ്യതരഹ, നമുക്ക് കണ്ടാൽ, അതായത് അശേഷ സൗമ്യേഭ്യ സൗമ്യതര എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമുക്ക് സന്തോഷം തരുന്ന ഏതൊരു വസ്തുക്കൾ നമുക്ക് അറിയാമോ ഈ ലോകത്തിൽ, അതിനേക്കാളും സൗമ്യമാണ് സുന്ദരി. അതിപ്പോൾ മേപ്പത്തൂർ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നാരായണീയം 2-ാം അധ്യായത്തിൽ അല്ലേ, സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് സുന്ദരി, ഏറ്റവും സുന്ദരിയായ ആളെക്കാളും സുന്ദരിയാണെന്ന്. അതുപോലെയാണ് അപ്പോൾ ഇതിൽ പറയണത്. സന്തോഷം തരുന്ന ഏതൊരു വസ്തുക്കളുണ്ടോ ഈ ലോകത്തിൽ, അതിനേക്കാളും സൗമ്യവും സുന്ദരിയും ആണ്. പിന്നെയോ അത് അതിസുന്ദരി എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിസുന്ദരി അതായത് അശേഷ സൗമ്യേഭ്യ സൗമ്യതര അതിസുന്ദരി. അപ്പം ഈ ലോകത്തെ എല്ലാറ്റിനേക്കാളും സൗമ്യ ആണ്, സുന്ദരിയാണ്. അതായത് പിന്നെ ഈ ഭഗവത് സ്വരൂപ വർണ്ണന 2-ാം അധ്യായം എല്ലാവർക്കും അറിയുണ്ടാവും. നാരായണീയത്തിലത്തെ ഭഗവത് സ്വരൂപ വർണ്ണന 2-ാം അധ്യായത്തിലുണ്ടല്ലോ. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ അല്ലേ.
അത്ര നല്ല ഒരു ശ്ലോകമാണ് അത്. അതിൽ പറയണ പോലെ തന്നെയാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞതേ. സുന്ദരി അതിസുന്ദരിയേക്കാളും സുന്ദരിയായിട്ടുള്ള ദേവി. പിന്നെയോ പരാപരാണാം പരമാത്വം ഏവ, അതായത് കാര്യത്തിനും കാരണത്തിനും അതീതമായവള് എന്ന് പറയാം. അതായത് ഈ വേറൊരു ഇതിലും പറയാൻ വേണമെങ്കിൽ എന്താ പറയുക, പരാഹ എന്ന് പറഞ്ഞു വെച്ചാൽ അപരന്മാർ, മറ്റ് ദേവന്മാർ, ബ്രഹ്മാദികളെന്ന് വെച്ചോളൂ. അതായത് പിന്നെ ഏറ്റവും മുകളിൽ ആ പരമാത്മ ചൈതന്യമായിട്ടുള്ള ബ്രഹ്മം എന്നോ അല്ലെങ്കിൽ നമുക്ക് വിഷ്ണു ഭഗവാൻ എന്ന് പറയുക, വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ ദേവി. ഇപ്പോൾ ഓരോ പുരാണം എടുക്കുമ്പോൾ അതാവും ഏറ്റവും അൾട്ടിമേറ്റ് ദൈവം. അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെ ദേവിയാവൂട്ടോ. അപ്പോൾ എന്താ അതിൽ പറയണ വെച്ചാൽ ദേവി ഏറ്റവും മുകളിൽ, പിന്നെ ബ്രഹ്മാദി ദേവകൾ, പിന്നെയാണ് മറ്റ് ദേവന്മാർ, ഇന്ദ്രൻ ജാതിക്കാരെ. അതാണ് പരമാന്ന് പറഞ്ഞത്. പരയായിരിക്കുന്ന, അതായത് ഏറ്റവും ഉത്കൃഷ്ടയായിരിക്കുന്ന, അങ്ങനൊരർത്ഥം. പിന്നെ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു അർത്ഥം കണ്ടു. മാ ച ലക്ഷ്മിയാണ്. മാന്ന് സംസ്കൃതത്തിൽ ലക്ഷ്മി എന്ന് അർത്ഥമുണ്ട്. അപ്പം പരമാന്ന് പറഞ്ഞാൽ എന്താ, ഈ ഭഗവാന്റെ പത്നിയായിട്ടിരിക്കണം. ഇപ്പം പരമായിട്ടുള്ള ആളെ, ഏറ്റവും പരമായിട്ടുള്ള ആളെ, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഈശ്വരൻ്റെ പത്നിയായിരിക്കുന്നതെന്നും എടുക്കാം എന്നൊക്കെ ഞാൻ കണ്ടു. ജസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞുള്ളൂ. പിന്നെ പരമേശ്വരിയാണ്, അതായത് ശിവൻ്റെ ഭാര്യയായിട്ട് പറയാം, അല്ലെങ്കിൽ പരമമായിട്ടുള്ള ഏത് ദൈവത്തിൻ്റെ ഭാര്യയായിട്ടും പറയാം അല്ലേ, പത്നി. വിഷ്ണു പത്നിന്നും ശിവപത്നിന്നും എടുക്കാം, ബ്രഹ്മപത്നിന്നും വേണമെങ്കിൽ എടുക്കാം എന്തായാലും. അപ്പോൾ പിന്നെ വേറൊന്ന് സൗമ്യ, നമ്മൾ പറഞ്ഞല്ലോ പിന്നെ അശേഷ സൗമ്യേഭ്യസ്ത്വതി സൗമ്യ തരാന്ന് പറഞ്ഞല്ലോ ആദ്യം. അതായത് സൗമ്യതരാശേഷു എന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൽ നമുക്ക് വേറൊരു തരത്തിലെടുക്കാം എന്ന് പറയുന്നുണ്ട്. അതായത് സൗമ്യ അതായത് ഭക്തന്മാരോട് വളരെ സൗമ്യാണ്, ദുഷ്ടന്മാരോടോ അസൗമ്യതര, അങ്ങേയറ്റം അസൗമ്യാണ്, അങ്ങനെ എടുക്കാം എന്ന് പറയുന്നുണ്ട്. നല്ല രസമായിട്ട് തോന്നി എനിക്ക്. അസൗമ്യതരാന്ന് വായിക്കണം. അപ്പോൾ എന്താ അറിയോ, അതൊന്നിച്ച് ചേർത്ത് വായിച്ചാൽ സൗമ്യ അസൗമ്യതരാശേഷ എന്ന് പറഞ്ഞാൽ സൗമ്യമായി അസൗമ്യമായി. അപ്പോൾ ഭഗവതി എപ്പോഴും ഭക്തന്മാരോട് സൗമ്യവും ദുഷ്ടന്മാരോട് അസൗമ്യവും എന്നും പറയാമെന്ന് പറയുകയാണ്. അത്രയേ ഉള്ളൂ. എന്തായാലും ഏറ്റവും സുന്ദരിയാണ്, ഏറ്റവും സൗമ്യമായിട്ടുള്ള ആളാണ്. പിന്നെ എന്താ പറയുക, അതായത് എല്ലാറ്റിനും മീതുള്ള മറ്റു ദേവന്മാരെക്കാളും ബ്രഹ്മാദി ദേവകളെക്കാളും ഇന്ദ്രാദി ദേവന്മാർക്കും പരയായിട്ടുള്ള ദേവിയാണ്, അല്ലെങ്കിൽ വിഷ്ണു പത്നിയാണ്, ശിവപത്നിയാണ്, എന്ത് വേണമെങ്കിൽ അതിനർത്ഥമാവാം. ഇനി നമുക്ക് 64ലേക്ക് പോവാം കേട്ടോ. സൗമ്യ, അത് വായിച്ചിട്ട് സൗമ്യതരാശേഷ സൗമ്യേഭ്യസ്ത്വതിസുന്ദരി പരാപരാണാം പരമാ ത്വമേവ പരമേശ്വരി. അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ, പരാപരാണെന്ന് ഭാഗവതത്തിലൊക്കെ ഉണ്ടാകും. എന്താ അറിയോ, കാര്യവും കാരണവും. കാര്യം എന്ന് പറഞ്ഞാൽ ജഗത്താണ്, കാരണം എന്ന് പറഞ്ഞാൽ ആ ശക്തിയാണ് ഉണ്ടാവുന്ന, അതിലും മീതെ എന്ന് പറയാൻ വേണമെങ്കിൽ പരാപരാണാം പരമ, കാര്യത്തിൻ്റെയും കാരണത്തിൻ്റെയും അതീതമായിട്ട് വർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് അർത്ഥം. പരാപരാണം പരമാത്മേവ പരമേശ്വരി. ഇനി നമുക്ക് 64 വായിക്കാം. യദ്യത് കിഞ്ചിൽ ക്വചിത് വസ്തു സദസദ്വാഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തി സാത്വം കിം സ്തൂയസേ മയാ. അത് വളരെ ശരി. എന്താ അറിയോ, സ്തുതിക്കാനൊന്നും, സ്തുതികൾക്കൊക്കെ അതീതാണ്, അതായത് വാക്കിനും മനസ്സിനും അതീതാണ്. സ്തുതിയൊക്കെ വാക്കുണ്ടല്ലേ, അതിനതീതാണ്. എങ്ങനെ സ്തുതിക്കും ചോദിക്കുകയാണ്. എന്താ അറിയോ, യത് കിഞ്ചിത് ക്വചിത്, ഈ ലോകത്തിൽ എന്തെങ്കിലും, ക്വചിത് എവിടെയെങ്കിലും, ഈ ലോകത്തിൽ ഈ ലോകത്തിലെ എന്തെങ്കിലും എവിടെയെങ്കിലും സത്ത് അസത്ത് വാ വസ്തു, സത്തായിട്ടുള്ളതോ അസത്തായിട്ടുള്ളതോ, അതായത് സത്ത പറഞ്ഞാൽ എക്സിസ്റ്റിങ്, അസത്ത പറഞ്ഞാൽ ജഡം, അതാണ് പറഞ്ഞത് കേട്ടോ. ഈ ലോകത്തിലെ ഏതെല്ലാം വസ്തുക്കളെ
ഉണ്ടോ? അതിൽ ചിലത് സത്താവും ചിലത് അസത്താവും ചരാചരങ്ങൾ മുഴുവനെയും തസ്യ സർവസ്യ ശക്തി, അതിൻ്റെയൊക്കെ പിന്നിലുള്ള ശക്തി സാത്വം അവിടുന്നാണ്. ഈ സ്തുതിക്കണ ഞാനും ഈ സ്തുതിയും എല്ലാം ഭഗവതിയാണ്. അതാണ് സാത്വം കിം സ്തൂയസേ മയ, ഞാൻ ഭഗവതി തന്നെയാണ് ഞാനും. അപ്പം പിന്നെ ഞാൻ ഭഗവതി എങ്ങനെ സ്തുതിക്കുക? ഒന്നേ ഉള്ളൂ വെച്ചാൽ രണ്ടാമതൊരു ആളുണ്ടെങ്കിലല്ലേ നമുക്ക് സ്തുതിക്കാൻ പറ്റുള്ളൂ. എല്ലാം ഭഗവതി. അതാ പറഞ്ഞ തസ്യ സർവസ്യ ശക്തി. ഈ കാണുന്ന ലോകത്തിൽ എന്തുണ്ടോ അതിൻ്റെ പിന്നിൽ മുഴുവൻ ശക്തിയാണ്. അപ്പോൾ ഞാനടക്കം അതിന് ഭഗവതിയുടെ ശക്തിയാണ്. ഞാനും അതെ, ഈ സ്തുതി അതെ, ഈ വാക്കുകളും അതെ, ഈ മനസ്സ്, ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സ് പെട്ടു, ഈ വാക്കുകൾ സ്തുതി അതെ ഭഗവതി തന്നെ. വാഗ്ദേവിയാണല്ലോ. അപ്പോൾ സ്തുതി ഭഗവതിയാണ്. ഈ സ്തുതിക്കണം ഞാനും ഭഗവതിയാണ്. സ്തുതിക്കപ്പെടുന്ന ഭഗവതിയും ഭഗവതിയാണ്. അപ്പം എന്തായി? അപ്പം ശരിയല്ലേ ചോദിക്കണത്? ഞാൻ എങ്ങനെ സ്തുതിക്കും? സർവസ്വരൂപിണിയാണേ. ഈ ജഗത്തിൽ എവിടെ ഉണ്ടോ, അതായത് പിന്നെ സത്തായിട്ടുള്ളത്, അതായത് എന്നും നിലനിൽക്കുന്നതിനെയാണ് സത്തെന്ന് പറയുക. അസത്തോ നശിച്ചു പോണത്, ആ എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ, അതിനെല്ലാം യാതൊരു ശക്തി ഉണ്ടോ അതെല്ലാം ദേവിയാണ്. അതായത് സ്തുതിക്കുന്ന ഞാനും സ്തുതിയും സ്തുതിക്കപ്പെടുന്ന ദേവിയും ഒക്കെ ഒന്നാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് സ്തുതിക്കുക? ഇവിടെ യഥാർത്ഥത്തിൽ നിന്തിരുവടി അല്ലാതെ രണ്ടാമതൊരു ശക്തി ഇല്ല. ഞാൻ എന്നാൽ എന്താ ഈ സ്തുതിക്കണ വെച്ചാൽ എനിക്ക് ഭേദഭാവന ഉണ്ടാ, ഞാൻ ദേവി തന്നെയാണെന്നുള്ള അനുഭവം ആയി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്തുതിക്കുക. ശരിക്കും സ്തുതിക്കണതിന് അർത്ഥമില്ല. ഒക്കെ ഒന്ന് തന്നെയാണെന്ന് എനിക്കറിയാം, അതറിയാം. പക്ഷെ എനിക്ക് അനുഭവമായിട്ടില്ലേ. എനിക്കറിയാം സ്തുതിക്കണ ഞാനും സ്തുതിക്കപ്പെടുന്ന സ്തുതിക്കുന്ന സ്തുതിയും സ്തുതിക്കപ്പെടുന്ന ദേവി ഒന്നാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതുവരെ എനിക്ക് അനുഭവമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്തുതിക്കണം. പക്ഷെ എനിക്ക് അനുഭവമാവാത്തോ എന്തുകൊണ്ടാണ് ഭേദഭാവന ഉണ്ട്. എനിക്ക് ഈ ഇതുണ്ട്, എന്താ പറയുക, ഞാൻ ബോഡിയാണെന്നുള്ള വിചാരമുണ്ട് ബ്രഹ്മാവിനും കുറച്ച്. അതുകൊണ്ടാണ് എനിക്ക് ഭേദഭാവന മുഴുവനും ഇല്ലാണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്തുതിക്കുകയാണ്. പക്ഷേ ഈ സ്തുതി എങ്ങനെയാണ് യഥാർത്ഥമാവുക? ആകെ ഒരാളല്ലേ ഉള്ളൂ. ഈ സ്തുതിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ മിഥ്യാബോധം കൊണ്ടാണ് ഞാൻ സ്തുതിക്കാൻ ശ്രമിക്കണേ. എനിക്ക് മാപ്പ് തരണേ. അപ്പം ഞാൻ മിഥ്യാബോധം കൊണ്ട് സ്തുതിക്കുന്ന സ്തുതി മിഥ്യല്ലേ. എനിക്കിതിലൊന്നും എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ദേവിയെ ഞാൻ എങ്ങനെ സ്തുതിക്കും എന്ന് ചോദിക്കുകയാണ് ബ്രഹ്മാവ്. അപ്പോൾ ആ ദേവിയുടെ ശക്തി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതായത് ആർക്കും സ്തുതിക്കാനൊന്നും പറ്റില്ല. എല്ലാ സ്തുതികൾക്കും വാക്കിനും മനസ്സിനും അതീതാണെന്ന് ബ്രഹ്മാവ് തന്നെ പറയുന്നു. കണ്ടോ? അപ്പോൾ അതാണ് 64. അതായത് നമുക്ക് ആ മഹത്വം പറഞ്ഞു തരികയാണ്. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഈ മഹത്വം പറഞ്ഞാൽ പിന്നെ എന്നുള്ള അധ്യായങ്ങളിലൊക്കെ നമുക്ക് വേണ്ടത്ര ശ്രദ്ധയും വേണ്ടത്ര ആദരവും വേണ്ടത്ര ഭക്തിയോട് കൂടിയിട്ട് ഈ ചെയ്യണം. എനിക്കും കേൾക്കണ എല്ലാ ശ്രോതാക്കൾക്കും വർദ്ധിച്ച ഭക്തിയും വർദ്ധിച്ച ആദരവും വർദ്ധിച്ച ശ്രദ്ധയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. യദ്യത് കിഞ്ചിത് ക്വചിത് വസ്തു സദസദ്വാഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തി സാത്വം കിം സ്തൂയസേ മയ. ഞാൻ എപ്രകാരം ഞാൻ ദേവിയെ സ്തുതിക്കും എന്ന് ചോദിക്കുക അല്ലേ. ഇനി അതാണ് സാത്വം കിം സ്തൂയസേ മയ, ഞാൻ എന്നാൽ എങ്ങനെ സ്തുതിക്കപ്പെടും അതാണ്. ഇനി 65 കൂടിയും ചെയ്യാം നമുക്ക്. യയാ ത്വയാ ജഗത് സ്രഷ്ടാ ജഗത് പാതാത്തിയോ ജഗത് സോപി നിദ്രാവശം നീതാക്കസ്ത്വം സ്തോതു മഹേശ്വര. പിന്നെയും ചോദിക്കുക സ്തോതും ഇഹേശ്വര. പിന്നെയും ചോദിക്കുക ഞാൻ എങ്ങനെയാണ് സ്തുതിക്കണമെന്ന്. വേറെ ചില കാര്യം കൂടിയും പറഞ്ഞിട്ട് എന്താ പറയണ, അത്ഭുതമാണ് ആലോചിച്ചാൽ. പിന്നെ യയാ ത്വയാ സഹ നിദ്രാവശം നീതഃ. യയാ ത്വയ, ഏത് ദേവിയാൽ ആ പരമേശ്വരനായിട്ടുള്ള ഭഗവാൻ പോലും നിദ്രാവസ്ഥയെ പ്രാപിച്ചുവോ. ഭഗവാനെ ഉറക്കിക്കിടത്തി എന്ന് പറയൂയ്യ, ഭഗവാൻ സ്വീകരിച്ചു നിദ്ര.
ഉറക്കിക്കിടത്തിയെന്നും പറയുക, ഭഗവാൻ ഉറങ്ങണമെങ്കിൽ ഉറങ്ങില്ല. പക്ഷെ എങ്കിലും ഭഗവാനും കൂടി ഉറക്കം നൽകാൻ സാധിച്ചേ. അതാണ് പറഞ്ഞത്, ഏത് ദേവിയാണോ ആ പരമേശ്വരനായ ഭഗവാന് പോലും നിദ്രാവസ്ഥയെ നൽകിയത്, യഹ ജഗത് സ്രഷ്ട, മാത്രമല്ല ആ ആൾ തന്നെയാണ് ജഗത്തിൻ്റെ സ്രഷ്ടാവായിട്ട് ബ്രഹ്മാവായിട്ട് വരണത്. ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾ തന്നെയാണ് രജോ ഗുണം എടുത്തിട്ട് ജഗത്തിൻ്റെ സ്രഷ്ടാവായിട്ട് ബ്രഹ്മാവായിട്ടും ജഗത് അത്തിഹി, അത്തി പറഞ്ഞാൽ സംഹരിക്കുക. ഈ ഭഗവാൻ തന്നെ ഇപ്പോൾ ഉറങ്ങണുണ്ടല്ലോ, ആ യോഗനിദ്രയിലുള്ള ഭഗവാൻ തന്നെയാണ് രജോ ഗുണം എടുത്ത് ബ്രഹ്മാവായിട്ട് സൃഷ്ടി നടത്തുന്നത്. തമോ ഗുണം സ്വീകരിച്ച് പിന്നെ ശിവൻ ഭഗവാനായിട്ട് സംഹാരം നടത്തുന്നത്. എന്നിട്ട് അത്രയും ദേവദേവനായിട്ടുള്ള ആ ഭഗവാനെ നിദ്രാവശം നീത, യോഗനിദ്രയിൽ, അതായത് ഭഗവതിയുടെ അധീനത്തിലായ പോലെ, ഭഗവതി ഉറക്കിയ പോലെ നിദ്രയിൽ ആണ്ട് കിടക്കണു. ആര്? ജഗത് സ്രഷ്ടാവ്, ജഗത് ജഗത് പിന്നെ സംഹാരം ചെയ്യണ ആള് പരമേശ്വരൻ അല്ലേ? ആർക്ക് അങ്ങനെ ഈ പരമേശ്വരനെ പോലും നിദ്രാധീനനാക്കാൻ കഴിവുള്ള ആ ഭഗവതിയെ സ്തുതിക്കാൻ ആർക്കാ സാധിക്കുക? ഭഗവാനെ ഉറക്കിക്കിടത്തിയൊന്നല്ല കേട്ടോ. പക്ഷേ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ വെച്ചാൽ മായയുടെ ഒരു തമോ ഗുണമാണല്ലോ നിദ്ര എന്ന് നമ്മൾ പറയുമല്ലോ. അതായത് തമോ ഗുണപ്രധാനികൾക്ക് നിദ്ര ആലസ്യം എന്ന് പറയും. അപ്പം മായയുടെ ഒരു നെഗറ്റീവ് ഗുണം തമോ ഗുണമാണ് നിദ്ര, മായയുടെ. ആ നിദ്രയെ ഭഗവാൻ സ്വീകരിച്ച് ഉറങ്ങണു, എന്നിട്ട് സ്വസ്വരൂപത്തിൽ വർത്തിക്കണു. അവനവനിൽ തന്നെ വർത്തിച്ചും കൊണ്ടിരിക്കുകയാണ്, വേറൊന്നുമില്ല ചോദ്യമില്ല. പക്ഷെ നിദ്രയെ സ്വീകരിച്ചു. അപ്പം ഭഗവാനെ ഉറക്കിക്കിടത്തിയെന്ന് പറയാൻ വയ്യെങ്കിലും ഭഗവാന് ഭഗവതിയുടെ നിദ്ര യോഗമായാദേവിയുടെ നിദ്ര സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായത് തന്നെ അത്ഭുതമല്ലേ? ആരാ ഭഗവാൻ? അതാണ് പറഞ്ഞ, ആരാ ഭഗവാൻ? പരമേശ്വരനാണ്, ജഗത്തിൻ്റെ സ്രഷ്ടാവാണ്, ജഗത്തിൻ്റെ സംഹാരമൂർത്തിയാണ് അല്ലേ? ഇങ്ങനെയുള്ള എല്ലാറ്റിൻ്റെയും പരമകാരണമാണ്. ഇങ്ങനെയുള്ള ഭഗവാനെ ഏത് ദേവിയെ കാരണമാണ് നിദ്രാവസ്ഥയെ പ്രാപിപ്പിക്കാൻ പറ്റിയത്? അല്ലെങ്കിൽ ഭഗവാൻ ഏത് ദേവിയുടെ തമോ ഗുണമായിട്ടുള്ള മായയെ സ്വീകരിച്ചാണ് ഉറങ്ങിയിട്ട് സ്വസ്വരൂപത്തിൽ വർത്തിക്കണത്? ആ ഭഗവതി ആർക്ക് സ്തുതിക്കാൻ കഴിയും? ഭഗവാന്റെ യോഗനിദ്രയും നമ്മുടെ യോഗനിദ്രയും നമ്മുടെ ഉറക്കവും ഭഗവാന്റെ യോഗനിദ്ര ഒരുപോലെ അല്ല കേട്ടോ. എന്താറിയോ, ഭഗവാൻ യോഗനിദ്രയിൽ സ്വസ്വരൂപത്തിൽ ആത്മാവിൽ തന്നെ പരമാത്മാവിൽ എക്സിസ്റ്റ് ചെയ്യാണ്, റിവൽസ് ഇൻ ദ പരമാത്മ, ആ ഇറ്റേണൽ ബ്ലിസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും ഇറ്റേണൽ ബ്ലിസ്സാണല്ലോ. പക്ഷെ നമ്മളെ ഉറക്കത്തിൽ എന്താ അറിയോ, നമ്മൾ ശരിക്കും ആത്മാവ് ഒന്നുമില്ല, മനസ്സില്ല, ഇന്ദ്രിയങ്ങളില്ല. പക്ഷെ നമുക്ക് അറിയണില്ല നമ്മളെ വി ആർ റിവെല്ലിങ് ഇൻ ദ പരമാത്മാന്ന്. ആ വ്യത്യാസമുണ്ട്. മറ്റ് ശരിക്കും ഇറ്റേണൽ ബ്ലിസ്സിൽ തന്നെ വർത്തിക്കുകയാണ് ആ നിദ്ര എടുത്തിട്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ എന്താ, നമുക്ക് അജ്ഞാനം പോലെയാണ്, ഒന്നും അറിയില്ലല്ലോ അല്ലേ? അതാണ് വ്യത്യാസം. എന്തായാലും ഇപ്പോൾ ഇതിൽ പറയണത് എന്താ വെച്ചാൽ, ഈ ജഗത്ത് സ്രഷ്ടാവും ജഗത്ത് സംഹർത്താവും ആയിട്ടുള്ള ഈ പരമേശ്വരനെ പോലും സ്വന്തം തമോ ഗുണമായ നിദ്രയ്ക്ക് അധീനമാക്കാൻ കഴിവുള്ള ആ യോഗമായ ദേവിയെ എന്നെപ്പോലുള്ള സാധാരണ ആൾക്കാർ എങ്ങനെ സ്തുതിക്കും? എത്ര സ്തുതിച്ചാലാണ് മതിയാവുക? സ്തുതിക്കാൻ എവിടെയാ വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവതി ഞാൻ സ്തുതിക്കാൻ ശ്രമിക്കണമെന്നേ ഉള്ളൂ. ഭഗവതി സ്തുതികൾക്കൊക്കെ അതീതയാണ്. അതുകൊണ്ട് ഞാൻ ഇതൊരു ശ്രമം നടത്തുന്നു. കാരണം എനിക്ക് ഈ ഭേദഭാവന വിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്തുതിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് എൻ്റെ ഈ സ്തുതിക്കുന്ന ഞാനും സ്തുതിയൊക്കെ മിഥ്യാന്നറിയാം, പക്ഷെ എനിക്ക് അനുഭവമായിട്ടില്ല. ഞാനും ആ ദേവിയാണ്. ആ അനുഭവമാകുന്നവരെ ഞാൻ സ്തുതിക്കുകയാണ്. പക്ഷേ എൻ്റെ സ്തുതി എത്ര ഞാൻ സ്തുതിച്ചാലും എനിക്ക് മതിയാവില്ല, അത് വേണ്ടത്ര ആവില്ല എന്ന് പറയാണ് കേട്ടോ. അത്ര അസലാണ് അല്ലേ? അപ്പോൾ നമുക്കങ്ങനെ ഭഗവതര മഹാത്മ്യമാണ് ഓരോ സ്തുതിയിലേ. അപ്പോൾ നമുക്ക് 65 വായിച്ച് നമുക്ക് ഇന്നിവിടെ
65 അതെ 65 വായിച്ചെന്ന് നിർത്താട്ടോ. യയാ ത്വയാ ജഗത് സ്രഷ്ട ജഗത് പാതാത്തിയോ ജഗത്, അത്തി പറഞ്ഞാൽ സംഹരിക്കുക എന്നാണ്. അതാണ് ജഗത്പതി അത്തി, അതായത് സംഹാരം ചെയ്യേണ്ടത്. സ്രഷ്ടാവുമാണ്. യോ ജഗൽ സോപി നിദ്രാവശം നീത, ആ ഭഗവാനെയാണ് നിദ്രാവശ ആക്കിയത് അല്ലേ, നിദ്രയ്ക്ക് അധീനാക്കിയത്. ആരായി? ഭഗവതി. അങ്ങനത്തെ ഭഗവതിയെ കസ്ത്വാം സ്തോതുമി വൈ മിഹേ, കസ്ത്വാം സ്തോതുമി മിഹേശ്വര, ഈശ്വര ഞാൻ എങ്ങനെ സ്തുതിക്കും എന്ന് പറഞ്ഞ് നമുക്കിന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ ദുർഗായൈ നമഃ.